ഹലോ ഡിയേഴ്സ്, ഇന്നൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ? മസാലയൊക്കെ ചിക്കനിൽ കോട്ട് ചെയ്തിരിക്കുന്ന നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റാണ്. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ നല്ല ക്ലീൻ ചെയ്ത് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്ത് 1 മണിക്കൂർ നേരം മാറ്റി വയ്ക്കണേ. നിങ്ങൾക്കിപ്പം ജോലിക്ക് പോകുന്നവരാ രാവിലെ ഇതിനൊന്നും ടൈമില്ല എന്നുണ്ടെങ്കിൽ നൈറ്റ് ഇത് നന്നായി മാഗ്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മസാലയൊക്കെ നന്നായി ചിക്കനിൽ പിടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇത് ഇവിടെ നിന്ന് ഞാൻ ചിക്കൻ നന്നായി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റോസ്റ്റിലേക്ക് ആവശ്യമായ സവോള ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത്. ഈ സവോള നല്ല നൈസായി കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് ബിരിയാണിക്ക് ഫ്രൈ ചെയ്യുന്ന പോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഈ ഫ്രൈ ചെയ്തേക്കുന്ന ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാം. അതാകുമ്പോൾ ഈ സവോളയോടൊക്കെ ടേസ്റ്റ് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ റോസ്റ്റിന്. ഈ ഓയിൽ ഒഴിച്ച് അതിനുശേഷം അതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. സ്പൈസസായിട്ട് ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകമാണ് ചേർത്തിട്ടുള്ളത്. ഇതൊക്കെ നന്നായി മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്ന ടൈമിൽ ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനൊക്കെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം. അതിനുശേഷം 20 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഇത് ചിക്കനിൽ നിന്നൊക്കെ നല്ല ഗ്രേവിയൊക്കെ ഇറങ്ങി വരും കേട്ടോ. ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കരുത്. ചിക്കനിൽ നിന്ന് തന്നെ നന്നായി വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ചിക്കൻ ഇവിടെ ഒരു 3/4 ഭാഗത്തോളം വെന്ത് അതിൽ നിന്ന് നല്ല ഗ്രേവി ഇറങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ഈ ടൈമിൽ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവോള കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവോള കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടി അടച്ചു വയ്ക്കണം. ഇപ്പോൾ നമ്മൾ നല്ല അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തതും കറിവേപ്പിലയും ഗരം മസാലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പർ ചിക്കൻ റോസ്റ്റ് റെഡി. അപ്പം ഇടിയപ്പം, പൂരി, പൊറോട്ട എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോകട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.